സ്വപ്നമാണ്. നമ്മുടെ ഈ ഒരു സിനിമയിലെ എൻറ്റയർ ക്രൂ ആർട്ടിസ്റ്റ് എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഞാൻ ഇതിന് മുൻപ് ഹാപ്പി സർദാർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ ലീഡിൽ വരുന്ന ഫസ്റ്റ് മൂവിയാണ് കൂണ്. 2021 ആ ഷൂട്ടിന് ശേഷം ഒരുപാട് റിലീസ് ഡേറ്റുകളാണെങ്കിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്താണ് 3 വർഷത്തിന് ശേഷം ഈ പടം ഇപ്പോൾ റിലീസാവാനായിട്ട് പോകുന്നത്. എന്നോട് കുറെ കസിൻസ് ആണെങ്കിലും വീട്ടിൽ നിന്നൊക്കെ ചോദിച്ചു എന്തായി പടം തെറ്റിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അതിനൊക്കെ മറുപടി ആയിട്ടാണ് ഫൈനലി ഈ വരുന്ന സെപ്റ്റംബർ 27-ാം തീയതി കൂണ് റിലീസ് ആവാനായിട്ട് പോകുന്നത്. ഈ ഒരു പടത്തെ പറ്റി പറയുമ്പോൾ ഒരു സോഷ്യൽ റെലവൻസ് ഒന്നും അങ്ങനെ എടുത്ത് പറയത്തക്ക രീതിയിൽ ഒരു പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ടു ബി ഓണസ്റ്റ് എനിക്കറിയാൻ മേല. നിങ്ങൾ കാണുന്നവരുടെ ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കും നിങ്ങൾ ആ ഒരു പടത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്രിട്ടിസൈസ് ചെയ്യാനാണെങ്കിലും ഇപ്പം കോൺട്രവേഴ്സി ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചോദ്യചിഹ്നത്തിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ. ആ ഒരു ത്രില്ല് കൊണ്ട് കൂടെ കുറച്ചൊക്കെ ഒരു ആങ്ഷ്യസ് ആണ്. എങ്ങനെയാണ് പ്രേക്ഷകർ ഈ ഒരു സബ്ജക്റ്റ് എടുക്കാൻ പോവാന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു ടെൻഷനും ഉണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പം ലിമലാണെങ്കിലും ഇതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു പടമാണ്. എനിക്കും ലിമലിനും സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു ഈ പറയുന്ന അപ്പറിനെയും അതുപോലെ ലിമൽ ചെയ്തിട്ടുള്ള ഈ ക്യാരക്ടറും. അപ്പോൾ ഇതുവരെ കാണാത്തതെന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് സംതിങ് ഡിഫറെൻറ്റ്. ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. കാണുന്നവർക്ക് അങ്ങനെ നിരാശപ്പെട്ട് പോകേണ്ടി വരില്ല. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ കാണാൻ പോകുന്ന ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് വലിയൊരു സംഭവമാണ്. ഈ കൂണെന്ന പേര് ഒരു ഡിഫറെൻറ്റ് പേരാണ്, അധികം മലയാള സിനിമയിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പേര് എത്രത്തോളം കണക്റ്റഡ് ആണ്? കൂണെന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊരു ക്ലൂ തരാം. ക്ലൂ അല്ല, കൂണ് വളരുന്ന ഒരു ഡാർക്കായിട്ട് ഷെയ്ഡി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആയിരിക്കും. നമ്മളുടെ ഈ ഒരു സിനിമ ലൊക്കേഷനും അങ്ങനെ ഡാർക്കായിട്ട് ഷെയ്ഡി ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ വളർച്ചയും ഒക്കെ ആ ഒരു ഡാർക്ക് ആ ഒരു ഷെയ്ഡി തീമിലാണ്. ദർ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അതായത് കൂടുതലും എല്ലാവരും എടുത്ത് ചോദിക്കുന്ന മാജിക് മഷ്റൂംസിൻ്റെ കാര്യമാണ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത്. അതൊക്കെ ആണോ എന്ന് നിങ്ങൾക്കത് സിനിമ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഷെയ്ഡി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വളരുന്ന ഹലൂസിനേഷൻസ് ഉണ്ടാക്കുന്ന ഒരു തരം ഡ്രഗ് എഫക്റ്റ് ഈ ഒരു സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കൂൺ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കൂൺ എന്ന് പേരിട്ടത്.